ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു ലെറ്റ്സ് ടോക്ക് ബൈ ജോർജ്. ഇന്നത്തെ യൂട്യൂബ് ടിപ്സ് വീഡിയോയിൽ നമ്മൾ ഒരു കാര്യം ചിന്തിക്കാൻ പോവുകയാണ്. യൂട്യൂബിൽ നിന്ന് എങ്ങനെ വരുമാനം ഉണ്ടാക്കാം. അതെ, എല്ലാവരുടെയും സ്വപ്നമാണ് യൂട്യൂബിൽ നിന്നൊരു വരുമാനം. അതിനു വേണ്ടിയിട്ട് എല്ലാവരും കിണഞ്ഞ് പരിശ്രമിക്കുക. അപ്പം നമുക്ക് നോക്കാം ഏതൊക്കെ വഴികളിലൂടെയാണ് യൂട്യൂബിൽ നിന്ന് നമുക്ക് റവന്യൂ ലഭിക്കുക. എല്ലാവരുടെയും ചിന്താഗതി അല്ലെങ്കിൽ എല്ലാവരും കേട്ടിരിക്കുന്നത് യൂട്യൂബിൽ നിന്ന് നമ്മളുടെ വീഡിയോയ്ക്ക് പരസ്യം വരുന്നതിനനുസരിച്ച് മാത്രമേ റവന്യൂ കിട്ടുകയുള്ളൂ. അതല്ലാണ്ട് വേറെ മാർഗങ്ങളുണ്ട്. അപ്പം നമുക്ക് ആ മാർഗങ്ങളെ പറ്റി ഒന്ന് പഠിക്കാം. ആദ്യത്തെ മാർഗം എന്ന് പറയുന്നത് തന്നെ യൂട്യൂബിന്റെ ഈ അഡ്വർടൈസ്മെന്റിൽ നിന്നുള്ള റവന്യൂ ആണ്. അതിന്റെ ഒരു പ്രതിസന്ധി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവറും ആയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് യൂട്യൂബ് പാർട്ട്ണർ പ്രോഗ്രാമിലേക്ക് എലിജിബിലിറ്റി കിട്ടുകയുള്ളൂ. കൂടുതൽ പ്രശ്നങ്ങളുണ്ട്. കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ്, കോപ്പിറൈറ്റ് പോലുള്ള സ്ട്രൈക്കുകൾ ഉണ്ടെങ്കിൽ YPP എന്ന് പറയുന്ന സംവിധാനത്തിൽ നിന്ന് നിങ്ങൾക്ക് ഇനെലിജിബിൾ ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് മാറും. അതായത് നിങ്ങൾക്ക് YPP കംപ്ലീറ്റ് ക്രൈറ്റീരിയാസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുകയില്ല. അതിനെപ്പറ്റി വേറൊരു വീഡിയോ ഞങ്ങൾ ചെയ്യുന്നതാണ്. പിന്നെ ഈ പറയുന്ന അഡ്വർടൈസ്മെന്റിൽ നിന്ന് പൈസ ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യൂവേഴ്സ് അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് അവർ യൂട്യൂബ് വാൻസ്ഡ്, ന്യൂ പൈപ്പ് പോലെയുള്ള അൺഒഫീഷ്യൽ യൂട്യൂബ് ക്ലയന്റുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനെ ഈ അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്ന ആ സംവിധാനത്തെ ബൈപ്പാസ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ വ്യൂവേഴ്സ് അഡ്വർടൈസ്മെന്റ് കാണുന്നില്ല. അങ്ങനെയുള്ള സ്ഥിതിക്ക് നിങ്ങൾക്ക് അഡ്വർടൈസ്മെന്റിൽ നിന്നുള്ള റവന്യൂ ചുരുങ്ങി വരും. അതായത് 10 പേരിൽ 8 പേര് ഈ അൺഒഫീഷ്യൽ ക്ലയന്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ 8 പേരുടെ റവന്യൂ നിങ്ങൾക്ക് കിട്ടത്തില്ല. 2 പേരുടെ റവന്യൂ മാത്രമേ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. രണ്ടാമതായിട്ട് നിങ്ങൾക്ക് ചാനൽ മെമ്പർഷിപ്പുകൾ സെൽ ഔട്ട് ചെയ്യാം. അതായത് ചില വീഡിയോകളുടെ അടിയിൽ ജോയിൻ എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാം, അല്ലെങ്കിൽ സബ്സ്ക്രൈബിന്റെ അറ്റത്ത് ജോയിൻ എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാം. അപ്പം അതിനെ സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിന്റെ മെമ്പർഷിപ്പ് ഒരു സർട്ടൻ തുകയ്ക്ക് നിങ്ങൾക്ക് വിൽക്കുവാൻ സാധിക്കും. എനിക്ക് തോന്നുന്നു $1 താഴെ $100 അങ്ങനെ ഏതാണ്ട് കാണാണ് അതിന്റെ കാൽക്കുലേഷൻ വരുന്നത്. അപ്പോൾ ഇതിനോട് ഇടയ്ക്കുള്ള സംഖ്യകളെ വെച്ചിട്ട് നിങ്ങൾക്ക് ഓരോ മാസത്തെ മെമ്പർഷിപ്പായിട്ട് നിങ്ങളുടെ വ്യൂവേഴ്സിന് നിങ്ങളുടെ ചാനൽ സബ്സ്ക്രിപ്ഷൻ സെൽ ഔട്ട് ചെയ്യാൻ യൂട്യൂബ് നിങ്ങളെ അനുവദിക്കുന്നുണ്ട്. ആദ്യത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് കിഡ്സ് ചാനൽ ആയിരിക്കരുത്. രണ്ടാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് YPP എന്ന് പറയുന്ന പ്രോഗ്രാമിൽ നിങ്ങൾ എലിജിബിൾ ആയിരിക്കണം. അതായത് നിങ്ങളുടെ ചാനൽ മോണറ്റൈസ്ഡ് ആയിരിക്കണം. മൂന്നാമതായിട്ട് നിങ്ങളുടെ ചാനലിൽ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് സ്ട്രൈക്കുകൾ ഉണ്ടാകാൻ പാടില്ല. അതായത് കോപ്പിറൈറ്റഡ് കണ്ടന്റോ അങ്ങനെ എന്തെങ്കിലും സംവിധാനങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഇതാണ് ആദ്യത്തെ 2 മാർഗങ്ങൾ. ഇനി മൂന്നാമത്തെ മാർഗം നമുക്ക് നോക്കാം. സ്റ്റിക്കേഴ്സ് ആൻഡ് കമന്റ്സ്. ചില വീഡിയോകളുടെ അടിയിൽ നമുക്ക് കാണാം പ്രീമിയം അല്ലെങ്കിൽ പ്രീമിയം കമന്റ്സ് നമുക്ക് കാണാം, അല്ലെങ്കിൽ സ്റ്റിക്കേഴ്സ് നമുക്ക് കാണാം. അപ്പം നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന് അല്ലെങ്കിൽ നിങ്ങളുടെ വ്യൂവേഴ്സിന് സ്റ്റിക്കേഴ്സോ അങ്ങനെ വല്ല സംവിധാനങ്ങളും നിങ്ങൾക്ക് സെൽ ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള മാർഗവുമുണ്ട്. ഇതെല്ലാം നിങ്ങൾ കൈകാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ YPP പ്രോഗ്രാമിന് നിങ്ങൾ എലിജിബിൾ ആയിരിക്കണം. അതോടൊപ്പം തന്നെ കിഡ്സ് ചാനൽ ആയിരിക്കുകയും ചെയ്യരുത്. ഇനി നാലാമതായിട്ടുള്ള ഒരു മാർഗമാണ് ഏറ്റവും രസകരമായിട്ടുള്ള ഒരു മാർഗം. അതായത് നിങ്ങളുടെ മെർച്ചൻഡൈസ് നിങ്ങൾക്ക് സെൽ ഔട്ട് ചെയ്യാം. നിങ്ങളുടെ വ്യൂവേഴ്സ് അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് നിങ്ങളുടെ ഫാൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ചാനലിന്റെ ലോഗോ പതിപ്പിച്ചിരിക്കുന്ന ബനിയനുകൾ, ടീഷർട്ടുകൾ, റിസ്റ്റ് ബാൻഡുകൾ, അതോടൊപ്പം തന്നെ തൊപ്പികൾ, പിന്നെ പലതരം ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് സാധനങ്ങൾ നിങ്ങൾക്ക് യൂട്യൂബ് മെർച്ചൻഡൈസിലൂടെ അല്ലെങ്കിൽ മെർച്ചൻഡൈസ് സ്റ്റോറിലൂടെ നിങ്ങൾക്ക് വിൽക്കുവാൻ സാധിക്കും. ചില ചാനലിന്റെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാം ആകർഷണീയമായിട്ടുള്ള ബനിയനുകളും തൊപ്പികളും മറ്റ് കാര്യങ്ങളും എല്ലാം ആ ചാനലിന്റെ തീമിനനുസരിച്ചിട്ടുള്ള ആക്സസറീസിന്റെ ഒരു ശേഖരം തന്നെ. അപ്പം സബ്സ്ക്രൈബേഴ്സ് നിങ്ങളുടെ സാധനം വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് ആ റവന്യൂ കിട്ടുന്നു. അതാണ് നാലാമത്തെ മാർഗം. ഇനി അഞ്ചാമത്തെ മാർഗം എന്ന് പറയുന്നത് യൂട്യൂബ് പ്രീമിയം അക്കൗണ്ടിൽ നിന്നുള്ള വ്യൂവർഷിപ്സ്. അതായത് നിങ്ങളുടെ വ്യൂവേഴ്സ് ആരെങ്കിലും യൂട്യൂബിന്റെ പ്രീമിയം മെമ്പേഴ്സ് ആണെങ്കിൽ അതിൽ നിന്നുള്ള ഒരു പോർഷൻ റവന്യൂ നിങ്ങൾക്ക് കിട്ടും. അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളുടെ വ്യൂവറിൽ ഒരാൾ $10 യൂട്യൂബിന് പ്രീമിയം അക്കൗണ്ട് ആയിട്ട് പേ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോ വാച്ച് ചെയ്യുമ്പോൾ അതിലെ ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് ഈ പറയുന്ന മോണറ്റൈസേഷനിൽ അല്ലെങ്കിൽ നിങ്ങളുടെ റവന്യൂ ആയിട്ട് യൂട്യൂബ് കണക്കാക്കുന്നു. ഇതാണ് 5 മാർഗങ്ങൾ നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് പണം നേടുവാനുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനലിനെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെൽ ഐക്കണും അമർത്തുവാൻ മറക്കല്ലേ. അപ്പോൾ ഞങ്ങളുടെ പുതിയ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് വേഗത്തിൽ ലഭിക്കുന്നതായിരിക്കും. ഈ വീഡിയോ കണ്ടതിന് ഞാൻ നിങ്ങൾക്ക് നന്ദി അർപ്പിക്കുന്നു.